എല്ലാ ക്രിസ്മസിനും ഒരു ക്രിസ്മസ് ഗിഫ്റ്റെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് നമുക്കിടയിലുള്ളത്? അതുപോലെ ഈ മഞ്ഞ് പെയ്യുന്ന ഡിസംബറിൽ ഒരു സ്നോമാൻ ഇല്ലെങ്കിൽ എന്താ ഒരു രസം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ക്രിസ്മസ് ഗിഫ്റ്റും സ്നോമാനും ഉണ്ടാക്കുന്ന സമയത്ത് പണ്ട് കേട്ട ഒരു കഥ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ കഥ ഞാനിവിടെ പറയട്ടെ. മഞ്ഞ് പെയ്യുന്ന ഒരു ക്രിസ്മസ് സന്ധ്യയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഫ്രോസ്റ്റി എന്ന പേരുള്ള ഒരു സ്നോമാൻ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അവൻ നോക്കുമ്പോൾ ആളുകളെല്ലാവരും വീടുകളെല്ലാം വളരെ അലങ്കരിക്കുകയും ട്രീസ് നല്ല ഭംഗിയായിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ച് വെക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ തനിക്കാരും ക്രിസ്മസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും കൊണ്ടു തരുന്നില്ലല്ലോ എന്ന് അവനിങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള വീട്ടിൽ അവൻ ആ കാഴ്ച കാണുന്നത്. ഒരു മിടുക്കി കുട്ടി ലില്ലി. അവൾ ഭയങ്കര സങ്കടത്തിലാണ്. അവളുടെ പേരൻസ് രണ്ടുപേരും ഭയങ്കര ബിസിയാണ്. അവളെ നോക്കാനോ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനോ അവർക്ക് നേരെയില്ല. രണ്ടുപേരും ജോലിയുടെ തിരക്കിലാണ്. അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫ്രോസ്റ്റിക്ക്. അപ്പോൾ ഫ്രോസ്റ്റി ഒരു കാര്യം തീരുമാനിച്ചു. തന്നെക്കൊണ്ടാവുന്ന പോലെ ഒരു ക്രിസ്മസ് സമ്മാനം ലില്ലിക്ക് കൊടുക്കണം. അവൻ ചിന്തിച്ചു. അങ്ങനെ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഒരു ബോക്സ് ഉണ്ടാക്കി. തൻ്റെ സ്കാർഫ് കൊണ്ട് അവനൊരു റിബണും ഉണ്ടാക്കി. അതിൽ കുറേ ലൈറ്റുകളിട്ട് അവൻ ആ ഗിഫ്റ്റിനെ അലങ്കരിച്ചു. എന്നിട്ട് അത് ലില്ലിയുടെ വീട്ടുമുറ്റത്ത് അവൻ കൊണ്ടുപോയി വെച്ചു. ആ ബോക്സിൽ അവനൊരു കുറിപ്പും എഴുതിയിരുന്നു. അടുത്ത ദിവസം ലില്ലി തൻ്റെ വാതിൽ തുറന്നപ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നു. അത് വെറും ഗിഫ്റ്റ് ബോക്സ് അല്ല, നല്ല മിന്നിത്തിളങ്ങുന്ന ഗിഫ്റ്റ് ബോക്സ്. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൾ തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ബോക്സ് വളരെ സന്തോഷത്തോടെ തുറന്നു. അതിലിങ്ങനെ ഒരു കുറിപ്പും അവൾ വായിച്ചു. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്: മാജിക് ഈസ് റിയൽ വെൻ യു ബിലീവ്. മേരി ക്രിസ്മസ് ലില്ലി. ആരാണ് ആ ക്രിസ്മസ് ബോക്സ് തനിക്ക് സമ്മാനിച്ചതെന്ന് ലില്ലിക്കറിയില്ല. എങ്കിലും തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. ഇത് ദൂരെ നിന്ന് ഫ്രോസ്റ്റി കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അന്നു മുതൽ ഓരോ ക്രിസ്മസിനും ഫ്രോസ്റ്റി ഓരോ ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കി തുടങ്ങി. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് തൻ്റെ സന്തോഷമെന്ന് അവൻ മനസ്സിലാക്കി. അന്ന് വൈകിട്ട് ലില്ലിമോൾ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ സ്നോമാനെ കണ്ടു. സ്കാർഫില്ലാത്ത സ്നോമാനെ കണ്ടിട്ട് അവൾക്ക് സങ്കടം തോന്നി. അവൾ ഓടി വീട്ടിൽ കയറി തൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡ് സ്കാർഫ് എടുത്ത് ഓടി വന്ന് സ്നോമാനെ പുതപ്പിച്ചു. സ്നോമാൻ ഇതെല്ലാം കണ്ട് സന്തോഷമായി. അവൻ്റെ ചുണ്ടുകളിൽ പതിയെ ഒരു ചിരി വിടർന്നു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.